നമുക്ക് മുന്നിലുള്ള വെല്ലുവിളി ഈ റോഡിലെ മണ്ണ് പൂർണ്ണമായും നീക്കിയ ശേഷവും അവിടെ ലോറി ഇല്ലെങ്കിൽ പിന്നീട് എന്ത് എന്ന ചോദ്യമാണ് നമുക്ക് മുന്നിലുള്ളത്. അവിടെയാണ് ഇപ്പോൾ സ്കൂബ ഡൈവേഴ്സ് നടത്തുന്ന പരിശോധനയ്ക്ക് പുറമെ കൂടുതൽ വലിയ പരിശോധന വേണ്ടി വരുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെയുള്ള പരിശോധന അവിടെ ശക്തമായി തന്നെ നടക്കുന്നുണ്ട്. പ്രേക്ഷകർ ഇനി ഈ അപകടത്തിന് തൊട്ടു മുമ്പുള്ള ഈ ദൃശ്യങ്ങൾ കാണുക. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു ദൃശ്യമാണ്. ഈ ദൃശ്യം നോക്കുമ്പോൾ ഈ അപകടം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ ഉണ്ടാവുന്ന ദൃശ്യമാണ്. അതായത് ഈ ദേശീയപാതയിലൂടെ വാഹനങ്ങൾ യാത്ര ചെയ്യുമ്പോഴാണ് ഈ അപകടം ഉണ്ടായത്. മണ്ണ് വീണ് കിടക്കുന്നു എന്നത് ആ റോഡ് അതിലെയുള്ള യാത്രക്കാരെ തടസ്സപ്പെടുന്നു. എങ്ങനെ ഈ അപകടം ഉണ്ടായി എന്നും മറ്റും ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുന്ന യാത്രക്കാരെയാണ് കാണുന്നത്. അതായത് അപകടമുണ്ടായതിന് തൊട്ടു പിന്നാലെയുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇപ്പം കാണുന്ന ദൃശ്യങ്ങൾ അപകടത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ച ശേഷമുള്ള ദൃശ്യമാണ്. ഇതിന് ശേഷം നമുക്ക് ഈ അപകടത്തിന് മുമ്പ് ആ സ്ഥലത്തിൻ്റെ ഭൂപ്രകൃതി വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ കൂടി എത്തിക്കാനാവും. ഇതാണ് അവിടെ ഉണ്ടായ സാഹചര്യം. അതായത് അർജുൻ കല്ലായിലേക്കുള്ള ലോഡ് കയറ്റി കട്ടൻസ് കയറ്റിക്കൊണ്ട് ആ മരത്തടികൾ വാഹനത്തിൽ കയറ്റിക്കൊണ്ട് അവിടെ നിന്നും കല്ലായിലേക്കുള്ള യാത്രാമധ്യയാണ് അദ്ദേഹം ഈ സ്ഥലത്ത് ഒരു വിശ്രമത്തിന് വേണ്ടി തെരഞ്ഞെടുക്കുകയും അവിടെ അദ്ദേഹം വിശ്രമത്തിന് വേണ്ടി എത്തുകയും ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹം ആ വിശ്രമിക്കുന്നതിനിടയിലാണ് പിന്നിൽ കാണുന്ന ഇടത്തെ സ്ഥലം എന്ന രീതിയിൽ റോഡിലേക്ക് വലിയ തരത്തിലുള്ള മണ്ണ് വന്ന് വീണ് അവിടെ അദ്ദേഹത്തിൻ്റെ വാഹനം മൂടപ്പെട്ടു പോയത്. രണ്ട് സാധ്യതകളാണ്. നമുക്കറിയാം റോഡ് 2 ലൈൻ ലോഡാണ്, 2 ലൈനിലാണ് റോഡ്. ഈ അർജുൻ്റെ വാഹനം നിർത്തിയിട്ടിരുന്നത് റോഡിൻ്റെ ഏത് വശത്താണ് എന്നതാണ് പ്രധാനപ്പെട്ടത്. ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്ന വലതുവശത്താണെങ്കിൽ സ്വാഭാവികമായും അത് റോഡിൽ തന്നെ ആ വാഹനം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതല്ല മറു സൈഡിലാണ് പാർക്ക് ചെയ്തിരുന്നതെങ്കിൽ അതൊരു പക്ഷേ പുഴയിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളഞ്ഞുകൂടാ. ഈ അപകടമുണ്ടായ ശേഷമുള്ള ഇപ്പോഴത്തെ ഈ സാഹചര്യം, ഈ ദൃശ്യങ്ങൾ തന്നെ അതിന് കൃത്യമായ തെളിവായി മാറുന്നു എന്നതാണ്. ഒരു വലിയ മല അപ്പാടെ ഇടിഞ്ഞ് വീണ് പോവുകയായിരുന്നു. നിലവിൽ ഈ അപകടം നേരിട്ട് അപകടത്തിൻ്റെ സാധ്യത വിലയിരുത്തിയ പലരും പറഞ്ഞതുപോലെ ഇതൊരു സാധാരണ അപകടമല്ല, ഒരു ഉരുൾപൊട്ടൽ സമാനമായ മറ്റൊരു ദുരന്തമാണ്. അതായത് സംഭവിച്ചത് ഒരു മല മണ്ണിടിഞ്ഞ് വീഴുകയല്ല ചെയ്തത്, അതിനൊപ്പം വലിയ രീതിയിലുള്ള വെള്ളം കുത്തി ഒഴുകിപ്പോയി. അതുകൊണ്ട് ആ ഭാഗത്തുണ്ടായിരുന്നവരെയെല്ലാം തൂത്തെറിഞ്ഞുകൊണ്ട് ഒരു പക്ഷേ ആ ദുരന്തം അതങ്ങനെ പോയിട്ടുണ്ടാവാം. അങ്ങനെയെങ്കിൽ അത് വെള്ളത്തിലേക്ക് പോയി പുഴയിലേക്ക് പോയി പതിക്കാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞുകൂടാ. ഈ മലയിലുണ്ടായിരുന്ന നിരവധി കല്ലുകൾ, വലിയ ഭീമാകാരമായ കല്ലുകൾ അടക്കം അവിടേക്ക് കുതിച്ച് വന്നിട്ടുമുണ്ട്. അതാണ് ഈ ദുരന്തം നമ്മൾ പ്രതീക്ഷിക്കുന്നതും വലിയ വ്യാപ്തിയിലേക്ക് മാറിയത്. ഒരിടത്തു നിന്നും മല തൂത്തെറിഞ്ഞ് റോഡിൻ്റെ ഒരു മറു സൈഡിൽ ഒരു വലിയ കൂനയായി ഉണ്ടാകുന്നു. ബാക്കി ഭാഗം അത് പുഴയിലേക്ക് തെന്നിമാറി. അതാണ് അവിടെ സംഭവിച്ച സാഹചര്യം എന്നതാണ്. നമുക്ക് ഓർക്കണം, ഈ അപകടമുണ്ടായതിൻ്റെ 6ാം നാൾ ഇന്നലെ വരെയാണ് പൂർണ്ണമായും യഥാർത്ഥത്തിൽ ആ റോഡിലൂടെയുള്ള ഗതാഗതമെങ്കിലും സാധ്യമാക്കുന്ന രീതിയിൽ, അതായത് റോഡൊന്ന് തുറന്നു കിട്ടുന്ന രീതിയിൽ റോഡിലെ മണ്ണ് പോലും മാറ്റാനായത്. അപ്പോൾ എത്ര വലിയൊരു ദുരന്തമായിരുന്നു അത് എന്നത് നമുക്ക് ഓർത്തെടുക്കാം. റോഡിലെ മണ്ണുമാറ്റൽ നടപടികൾ ഇന്നലെ റവന്യൂ മന്ത്രി വിശദീകരിച്ചത് 85% മണ്ണും മാറ്റി കഴിഞ്ഞതെന്നാണ്. പക്ഷേ അത്തരമൊരു പൂർണ്ണതയിലേക്ക് അവിടെ എത്തിയിട്ടില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. രാവിലെ കേരളത്തിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന DYSP അടക്കം KV ബൈജുവിനോട് വിശദീകരിച്ചതും അദ്ദേഹവും അങ്ങനെ തന്നെയാണ്. എന്തായാലും ആ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. ഇത് തത്സമയ ദൃശ്യങ്ങളാണ്. യെസ്, നമുക്ക് പുഴയിലും തെരച്ചിൽ നടന്നു വരികയാണ്. പുഴയിലെ തെരച്ചിലാണ് ഇനി നിർണായകമാവുന്നത്. ഇനിയുള്ള ശാസ്ത്രീയമായ മാർഗങ്ങൾ, ബൈജു സൂചിപ്പിച്ചതുപോലെ ആ ശാസ്ത്രീയ മാർഗങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് ഈ തെരച്ചിലിനെ ഇനി അങ്ങേയറ്റം നിർണായകമാക്കുന്നത്. 2-3 ഘടകങ്ങൾ നമുക്ക് ചൂണ്ടിപ്പറയാം. ഒന്ന്, തെരച്ചിൽ ഈ പുഴയിലേക്ക് വീണ മണ്ണിനടിയിൽ വാഹനം പോയിട്ടുണ്ടെങ്കിൽ അവിടെ പരിശോധന നടത്താൻ നിലവിലുള്ള സംവിധാനങ്ങൾ സാധ്യമല്ല. അതായത് സ്കൂബ ഡൈവേഴ്സിനോ നേവി സംഘത്തിനോ നേരിട്ട് വന്ന് അവിടെ നിന്നും അത്തരത്തിൽ എന്തെങ്കിലും തിരിച്ചറിയുക, കണ്ടെടുക്കാനാവുക അസാധ്യമാണ്. അങ്ങനെയെങ്കിൽ വെള്ളത്തിനടിയിൽ പരിശോധന നടത്താൻ, വെള്ളത്തിനടിയിൽ മണ്ണിനടിയിൽ എന്തെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നത് തിരിച്ചറിയാൻ അത് പരിശോധന നടത്താൻ കഴിയുന്ന സംവിധാനം, സാങ്കേതിക സംവിധാനം ഉണ്ടാവണം. നിലവിലുള്ള റഡാർ സംവിധാനത്തിന് ചില പരിമിതികളുണ്ട്. അവിടെ പരിശോധന നടത്തിയ റഡാർ സംവിധാനത്തിന് ചില പരിമിതികളുണ്ട്. അത് മറികടക്കുന്നതിന് വേണ്ടി ബംഗളൂരുവിൽ നിന്നും മറ്റും പുതിയ സംവിധാനം അവിടേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെയെങ്കിൽ ഈ വെള്ളത്തിനടിയിലെ പരിശോധന അല്പം കൂടി
ശാസ്ത്രീയമായി വേഗത്തിൽ കാണിക്കാൻ കഴിയും. ഇത് തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. നമുക്കറിയാം നേവിയുടെയും മറ്റ് ദുരന്ത നിവാരണ സേനാ അംഗങ്ങളുടെയും സജീവമായ ഇടപെടൽ ഇപ്പോൾ പുഴയിലേക്ക് കൂടി ഉണ്ടായിരിക്കുന്നു എന്നതാണ് സാഹചര്യം. ഗംഗാവലി പുഴ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പരിശോധന നടക്കുന്നു. വിവിധയിടങ്ങളിൽ പരിശോധന, വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന നടക്കുന്നു എന്നതാണ്. 2-3 സാധ്യതകളിലേക്ക് പോകാം. ഒന്ന്, ആദ്യം കണ്ടെത്തേണ്ടത് ഭാരമേറിയ ഈ ലോറി അത് എവിടെ വീണ് കിടന്നു, അത് ഒഴുകിപ്പോയി എന്ന പ്രചരണം അതത്ര കണ്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ അതിൻ്റെ സാധ്യത, അങ്ങനെയെങ്കിൽ ആ ലോറി എവിടേക്ക് മൂടപ്പെട്ടു പോയി എന്നത് പരിശോധന ആദ്യം തന്നെ കണ്ടെത്തണം. ഒപ്പം ഉണ്ടായിരുന്ന 2 വാഹനങ്ങളാണ്. കാണാതായി എന്ന് കരുതുന്ന ഒരു ഓട്ടോറിക്ഷ, മറ്റൊന്നൊരു കാറാണ്. ഈ 2 വാഹനങ്ങൾക്കും അപ്പുറം കല്ലായിലേക്ക് പോയിരുന്ന നിറച്ച ലോഡ് കയറ്റിയ ആ വാഹനം, ആ ലോറി, ഭാരത് ബെൻസിന്റെ ആ ലോറി ഒഴുകിപ്പോയി എന്ന പ്രചരണത്തെ അങ്ങ് വിശ്വസിക്കാൻ ഒരു തരത്തിലും കഴിയില്ല. അതുകൊണ്ട് ആ ലോറി, ഇത്ര വലിയ ലോറി എന്തുകൊണ്ട് കണ്ടെത്താനാകുന്നില്ല എന്ന ചോദ്യം നമുക്ക് മുന്നിലുണ്ട്. അത് നമുക്ക് വേഗത്തിൽ തന്നെ അത് കണ്ടെത്തുകയും തന്നെ ചെയ്യണം. ആ തരത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. ഗംഗാവലി പുഴയുടെ